നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർട്ടി പോപ്പേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ കളിപ്പാട്ടമായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഹോൾ പഞ്ച് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്സ് ആക്കി കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്ലിറ്ററോ അല്ലെങ്കിൽ മറ്റേ ഗിഫ്റ്റ് റാപ്പർ കട്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു ടിഷ്യൂ റോളാണ് എടുക്കുന്നത്. ഈ ടിഷ്യൂ റോളിൻ്റെ ഒരു സൈഡിൽ 2 സ്ലിറ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് 2 സ്ലിറ്റ് ഉണ്ടാക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ റബ്ബർ ബാൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കടത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയൊരു കട്ടിംഗ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു കുഞ്ഞ് സ്ലിറ്റ് ഉണ്ടാക്കിയാൽ മതി. സ്ലിറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു കട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് പേപ്പർ ആയാലും മതി. അതെടുത്തിട്ട് ഈ ഒരു നമ്മൾ സ്ലിറ്റ് ഉണ്ടാക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ടിഷ്യൂ റോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടിഷ്യൂ എടുക്കുന്നത്. ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഉള്ളിൽ റബ്ബർ ബാൻഡ് ഇട്ടില്ലേ, അപ്പോൾ ആ റബ്ബർ ബാൻഡിൻ്റെ ഒരു ഭാഗം പുറത്തുണ്ടാവും. ആ പുറത്തുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ഈ ടിഷ്യൂവിനെ കവർ ചെയ്യുന്ന രീതിയിൽ കൊളുത്തി വെക്കുക. ഇനി നമുക്ക് ആ വേണ്ടാത്ത ടിഷ്യൂവിൻ്റെ കുറേ ഭാഗങ്ങളില്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനീ പറയുമ്പോൾ വളരെ ടഫായിട്ട് തോന്നുന്നതാണ്. ഇത് ചെയ്താൽ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ ഇതിൻ്റെ പുറത്ത്, ഇതിപ്പം കാർഡ്ബോർഡിൻ്റെ പീസല്ലേ കാണുന്നത്, അപ്പോൾ അതിനൊരു ജസ്റ്റ് ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കളർ പേപ്പർ ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അതായത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ പേപ്പറിൻ്റെയും എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു യെല്ലോ ഒരു റോളായിട്ട് നമുക്ക് കിട്ടും. ഈ ടിഷ്യൂ റോള് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മുടെ ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും, മറ്റേ ഭാഗത്ത് റബ്ബർ ബാൻഡ് ഉണ്ടാവും. അപ്പം ആ റബ്ബർ ബാൻഡ് ഉള്ള സ്ഥലത്ത്, അതായത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക, നമ്മുടെ പേപ്പർ പീസസ്. എന്നിട്ട് ഇതിനെ ഇതുപോലെ സ്ട്രെയിറ്റിൽ പിടിച്ചിട്ട് ഇതിൻ്റെ താഴത്തെ റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് വലിച്ച് വിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ പേപ്പേഴ്സ് പോപ്പ് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ട് പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.